എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് -30 പോയിൻ്റ് ആണ് ഡൗൺ ആയിരിക്കണേ, 30 പോയിൻ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത അതേ ലെവലൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ, അത് അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. മാർക്കറ്റ് നിൽക്കുന്നത് 23,472 മാർക്കറ്റ് നിൽക്കുന്നത്. 23,472, 23,472 -33 പോയിന്റ് എന്ന് പറയുമ്പോൾ 23,439, 439 എന്ന് പറയുമ്പോൾ 35, 39. അപ്പോൾ ഈ ഇവിടെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് ആണ് ഇന്ന് കൂടുതൽ. നമുക്ക് 23,392 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു ബോക്സും ബ്രേക്ക് ചെയ്ത് വന്നാൽ മാത്രം നമ്മളുടെ ഡൗൺ സൈഡിലേക്കുള്ള നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ഈ ഒരു സ്പേസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. താഴത്തേക്കാണെങ്കിൽ അതായത് 23,300 അതാണ് മേജർ ആയിട്ടുള്ള ലോവർ ലെവൽ. അത് 23,392 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിലും ക്ലോസ് ചെയ്ത് ഈ ഒരു ബോക്സ് അതായത് 23,359 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് 23,306 ലോ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മാർക്കറ്റ് RSI 15 മിനിറ്റ്സിൽ ക്രോസ് ഓവറിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. ഈ ക്രോസ് ഓവർ ഒന്ന് ക്രോസ് ഓവർ ആയി കഴിയുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയണത് അത് റെഡിലേക്കും കൂടെ കയറുമ്പോഴാണ് ആ ഒരു മാർക്കറ്റിന് കണ്ടിന്യൂഷൻ ഒരു അപ്സൈഡ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ ഡെയിലി വ്യൂവിൽ ഞാനൊരു സോണൊക്കെ എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോൺ ഞാൻ ഇന്നിവിടെ നമുക്കങ്ങ് വരച്ചു വെക്കാം. അതായത് മാർക്കറ്റിൻ്റെ ഇന്നത്തെ സോണാണിത്. ഈ സോണിൻ്റെ അകത്ത് തന്നെ 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് കയറുന്ന അത്രയും ഈ സോണിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ മാക്സിമം ഒരു സ്കാൽപ്പിംഗ് മോഡോ അല്ലെങ്കിൽ 21 പോയിൻറ്റ്സോ ഒക്കെ എടുത്ത് മാറാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടക്ക് കയറിയിട്ട് കാര്യമില്ല. ഒരു ടൈം ഫ്രെയിമൊക്കെ ക്ലോസ് ചെയ്ത് അടുത്ത ടൈം ഫ്രെയിം തുടങ്ങി ഒരു മിനിറ്റിൻ്റെ ഒരു അനലൈസ് ഒക്കെ കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററാണ്. കൺസോൾട്ടേഷൻ ടൈമിൽ ഒരിക്കലും നമ്മൾ ഇടക്ക് ചാടി കയറാതിരിക്കുക. കൺസോൾട്ടേഷനാണ് ആ ഒരു സോണിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇടക്ക് ചാടി കയറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റീസ്
വൈകിട്ട് വരെ ഉള്ളൂ. നല്ലൊരു 15 മിനിറ്റ്സിൽ എൻട്രി കിട്ടിയാൽ തന്നെ 21 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 23,506 അതേപോലെ തന്നെ 23,369 എന്നുള്ള ഒരു ബോക്സ് നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉള്ളൂ. അതും 23,587 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 23,644, തേർഡ് ടാർഗറ്റ് 23,753. ഇന്നലത്തെ വ്യൂവിൽ എന്താണോ പറഞ്ഞത്, ന്യൂട്രൽ ഓപ്പണും 30 പോയിന്റ് ഒക്കെ ആകുമ്പോൾ ഇന്നലത്തെ വ്യൂവിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും വരാനായിട്ടുള്ള ചാൻസ്. അപ്പം നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം. സ്ട്രൈക്കിൽ സീനെ സംബന്ധിച്ച് 146 സ്ട്രൈക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. മെൽറ്റിങ്ങിന് നല്ല ചാൻസ് ഉണ്ട്. കൺസോൾട്ടേഷൻ ആണെങ്കിൽ മെൽറ്റിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 107 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ സി മെൽറ്റിംഗ് ആവും. 3 സപ്പോർട്ട് ലെവല് സിക്ക് നിലവിലുള്ളൂ. 120, 107 ലെവലൊക്കെ ഉള്ളൂ. 5 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ബട്ട് ആ ക്രോസ് ഓവർ റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്കൊരു കൺഫേം മൂവ്മെൻ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ പിയിൽ മാർക്കറ്റ് എവിടെ നിന്നാണ് റിവേഴ്സ് ആവാൻ പോസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ പി 33 പോയിൻ്റാണ് അപ്പിൽ നിൽക്കുന്നത്. അതായത് 430. അയ്യോ, സ്ട്രൈക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ്, നമുക്ക് മാറ്റിയെടുക്കാം. സ്ട്രൈക്ക് നമുക്ക് 23,550 സ്ട്രൈക്ക് നോക്കാം. എന്തായാലും കണ്ണിപ്പെട്ടത് അതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ റൗണ്ട് ഫിഗർ മാറ്റിയിട്ട് 23,550 23,550 പി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ണിൽ ആദ്യം പെട്ടത് നമ്മൾ മനസ്സിൽ എന്ത് ആദ്യം തോന്നുന്നോ അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. അത് പിന്നെ നമ്മൾ റീതിങ്ക് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ പീനെ സംബന്ധിച്ച് 33 പോയിൻ്റാണ്. അപ്പോൾ പിയിൽ ഇപ്പോൾ നിലവിലത്തെ മൂവ്മെൻറ്റ് മാർക്കറ്റ് സ്റ്റിൽ പി തന്നെയാണ് കേട്ടോ. മാർക്കറ്റ് സ്റ്റിൽ പിയിൽ തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 209, സെക്കൻഡ് ടാർഗറ്റ് 220, തേർഡ് ടാർഗറ്റ് വന്നിട്ട് ഏകദേശ കണക്കാണ് 256, ഫോർത്ത് ടാർഗറ്റ് 268. പിന്നെ അതൊക്കെ മേലെ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ RSI ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് 107 സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതി. 107 സപ്പോർട്ട് എടുത്ത് അത് 120 ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. 120 ബ്രേക്ക് ചെയ്താൽ 130, 146 ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരും. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 107 താഴത്തോട്ട് പോയാൽ മെൽറ്റിങ്ങിലേക്കായിരിക്കും സി പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ RSI ക്രോസ് ഓവർ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് മാറ്റി സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പിയിൽ RSI ക്രോസ് ഓവർ ഗ്രീനിലേക്കും കൂടെ കയറണം. എങ്കിലാണ് നമുക്കൊരു ലെവൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, 270 എടുക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേ ചെയ്ത് നിന്നിട്ടാണ് മാർക്കറ്റ് കയറിയത്. അപ്പോൾ പിയിൽ മാർക്കറ്റ് പി തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി 270 വരെ മാർക്കറ്റ് വരാനുണ്ട്. 270 ഒരു റിജക്ഷൻ പോയിന്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്ന് സ്റ്റേ ചെയ്ത് നിന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എടുത്തിട്ട് അപ്പോൾ ക്വിക്കായിട്ട് എടുത്ത് അല്ലൊരു 270 ഒരു 10, 15, 21 പോയിൻ്റൊക്കെ കിട്ടി അതങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഒന്നാമത് നമ്മൾ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സിയിലേക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ RSI ക്രോസ് ചെയ്ത് റെഡിലേക്കൊക്കെ വരണം. ഇനി 270 ബ്രേക്ക് ചെയ്താൽ അടുത്ത മൂവ്മെൻറ്റ് ഒരു 316 വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് നിലവിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. എങ്കിൽ ഇപ്പോൾ നിലവിൽ പിയിൽ 5 മിനിറ്റിൻ്റെ ഒരു ക്യാനിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. ആ ലോവർ വിക്ക് 209 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുമോ അല്ലെങ്കിൽ നിലവിലുള്ള 256 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
270 ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. സിയിൽ ലോവർ വിക്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 107 110 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഒരിക്കലും നമ്മൾ എടുക്കുന്നത് എല്ലാം ഒറ്റയടിക്കങ്ങ് പോകുമെന്നുള്ള വിചാരമൊന്നും നമുക്ക് വേണ്ട. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. സിയിലേക്ക് മൂവ്മെൻറ്റ് വരും, കുറച്ച് കഴിയും. എന്തായാലും ഞാൻ സിയിലേക്കുള്ള മൂവ്മെൻറ്റ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന്. അത് 15 മിനിറ്റ്സിൻ്റെ RSIയുടെ ക്രോസ് ഓവറും 5 മിനിറ്റിൻ്റെ RSI ഒക്കെ ക്രോസ് ഓവർ വന്നതിന് ശേഷം മാത്രമേ നോക്കുന്നുള്ളൂ. അതിനിടക്ക് പിയിൽ ചെറിയൊരു പോയിന്റ് കിട്ടിയപ്പോൾ നമ്മളത് ക്യാച്ച് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ട്, കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യത്തേ ഉള്ളൂ. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒറ്റ ഡ്രൈവിലൊന്നും ഒരു മൂവ്മെൻറ്റ് എന്തായാലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും സിയും ബിയും എടുത്ത് 5 പോയിന്റ് വെച്ചിട്ട് ഒരുപാട് ലോസ് വരുത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരു കൺസോൾട്ടേഷൻ സോണിലാണോ മാർക്കറ്റ് നിൽക്കണമെന്നുള്ളത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടും യാതൊരുവിധ കാര്യമില്ല. ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് 209 താഴെ വരാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ 256 ബ്രേക്ക് ചെയ്ത് 260 276 ബ്രേക്ക് ചെയ്താൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ സിംഗിൾ ക്യാൻഡലിൽ 316 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബ്ലൂ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ അത് ഇട്ടു എന്ന് വെച്ചിട്ട് ഇനി മാർക്കറ്റ് മൂവ് ചെയ്യാതിരിക്കണ്ട. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വരെ ക്ഷമയോടുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 107 110 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ സിയിലേക്ക് നോക്കേണ്ടതില്ല. ഒരു 85 മുകളിലെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവണം. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിൽ തന്നെയാണ് 85 ലൈൻ വന്നിരിക്കുന്നത്. ടാലിയായിട്ട് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ് റെസിസ്റ്റൻ്റ് ആണ് ആ കാണുന്നത്. അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് 52 ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്നാൽ മാർക്കറ്റ് 33ലേക്ക് ഫാളാവും. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. 270 290 വരെ എങ്ങാണ്ടും കുറച്ച് മുമ്പ് ലൈൻ കാണിച്ചതാണ് പിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിയിലേക്ക് എന്തായാലും പോകുന്നില്ല. ഞാൻ 15 മിനിറ്റ്സിലേക്ക് പിയുടെ ക്യാൻഡിലൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കൂടെ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. ലെവൽ നമുക്ക് ഏകദേശം ഒന്ന് അറിയാൻ പറ്റും. വേറെ എവിടെയെങ്കിലുമൊക്കെ മുട്ടാനുണ്ടോ? 300 വരെയൊക്കെ മാർക്കറ്റ് സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 314ലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള സ്പേസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. RSI ഇങ്ങനെ വന്നെന്ന് പറഞ്ഞ് നമ്മൾ ചാടി കയറി സിയിലേക്കൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 85ൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം, അല്ലാതെ ഒന്നും പറ്റില്ല. ഇപ്പോൾ ഒരു ലോ വരും. ലോവർ വിക്ക് വീണ്ടും വന്നിട്ടില്ല 5 മിനിറ്റിൽ. നമ്മളത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മളവിടെ ചിന്തിച്ചു വെക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. RSIയുടെ ഈ ലൈൻ ഗ്രീനിലേക്കും കൂടെ കയറണം, എങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആയി എന്നൊരു കൺസെപ്റ്റ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ CE 85ന് മുകളിലോട്ട് പോവാതെ നമുക്കൊരിക്കലും സിയിലെ മൂവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റത്തില്ല. നമ്മുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 23,300ൻ്റെ സി ആണ് നമ്മൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആകെ ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു 136 ബ്രേക്ക് ചെയ്യണം. ക്യാൻഡിൽ 125ൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് 135 ബ്രേക്ക് ചെയ്താൽ 150ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ആദ്യം കിട്ടും. പിന്നെ ആ 150 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ SMA മൂവ്മെൻറ്റ് നോക്കുന്നുള്ളൂ. RSI ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് വരണം. അതുവരെ മാർക്കറ്റ് പിയിലാണ്. 209ന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ
ഡൗൺ ആയി 180 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റ് നമുക്ക് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ നിൽപ്പിൽ എന്തോ ഒരു വശപ്പശക ഉണ്ട്. കാരണം ഒരു ബിഗ് ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്. ആൾക്കാർ മുഴുവൻ RSI നോക്കിക്കൊണ്ട് സിയുടെ പുറകെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് സിയിലേക്ക് നോക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ വേറെന്തോ ഉദ്ദേശമുണ്ട്. മാർക്കറ്റ് രാവിലെ മൂവ്മെൻറ്റ് വരാനായിട്ടാണെന്നെങ്കിൽ ഇപ്പോൾ മൂവ്മെൻറ്റ് വന്നേനെ. അപ്പോൾ ആരെ ട്രാപ്പിലാക്കാനായിട്ടാണ് മാർക്കറ്റ് നിൽക്കണതെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ 140 135 തൊട്ട് 50 വരെയുള്ള 15 പോയിൻ്റ് ആദ്യം ഫോക്കസ് ചെയ്യുക. ആ 50 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻറ്റോ അല്ലെങ്കിൽ 150 മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് 1 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. കാരണം എക്സ്പയറി ആയതുകൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശം ഇവിടെ നടക്കുന്നുണ്ട്. പറഞ്ഞു തീർന്നതിന് മുമ്പേ ചെറിയൊരു സ്റ്റക്ക് ചാർട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. 23,300 23,550 ഏതാണ്ടൊക്കെ 280 നിയറസ്റ്റ് പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. 280 ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഒറ്റ ബ്രേക്ക് ഔട്ടിലായിരിക്കും 300 മാർക്കറ്റ് പോകുന്നത്. അടുത്ത ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ബ്ലൂ ലൈൻ താഴത്തോട്ട് പോകാതിരിക്കാൻ നമുക്ക് നമ്മുടെ ബ്ലൂ ലൈൻ പോകാതിരിക്കാൻ വരച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. അതിന് താഴത്തോട്ട് മാർക്കറ്റ് പോകരുത്. 265 താഴത്തോട്ട് പോകരുത്. അപ്പോൾ വയലറ്റ് നമ്മൾ വരക്കുന്ന വര കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമല്ലോ. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 280 ഒറ്റ ക്യാൻഡിൽ ചിലപ്പോൾ 300 പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വീക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തും സംഭവിക്കാം. 265 താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആയാൽ 225 വരും. ഇപ്പോൾ 281 ആയിട്ടുണ്ട്. 283 20 സെക്കൻഡ് കൂടെ ഉണ്ട് ഈ ക്യാൻഡിൽ ഒന്ന് ഫോം ആവാനായിട്ട്. 81 8 7 6 5 4 3 2 1 ഒരു ലോ വരട്ടെ ആദ്യം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 300 പോകും. നമ്മുടെ ട്രേഡൊക്കെ ഏകദേശമൊക്കെ തീരുമാനമാക്കാം. 18 പോയിൻ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലോ താഴത്തോട്ട് വന്നിട്ടുണ്ട്. 265 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 290 മാർക്കറ്റ് സ്പേസ് ഇട്ടിട്ടുണ്ട്. 265 ഒരു ലോ വന്നിട്ട് 265 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് വിടാം. അല്ലെങ്കിൽ 265 വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ 265 വന്ന് സപ്പോർട്ട് എടുത്തു. നമ്മൾ വരച്ച വരക്ക് പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് 299.30 വരെ പോയിട്ടുണ്ട്. നമ്മൾ 300 പറഞ്ഞിരുന്നത്. 300 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. 300 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ളത് 314 ഇതൊക്കെ എല്ലാം കല്യാൺ ജ്വല്ലേഴ്സാണ്. ഒരു വിശ്വാസം. നമ്മൾ മനസ്സുകൊണ്ടൊരു 265 വരച്ചു വെച്ചു. അതിന് ബഫർ സോൺ ഇട്ടിട്ടാണ് ഞാനത് വരച്ചു വെച്ചത്. അപ്പോൾ താഴത്തോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മളവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത് 290 ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുമുണ്ട്. 300 എന്നുള്ള ലെവല് നേരത്തെ കാണിച്ചതാണ്. RSI ക്രോസ് ഓവർ റെഡിലേക്ക് സിയുടെ കയറിയിട്ടില്ല. ഈ ഒരു കോൺഫിഡൻറ്റ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ അനുഭവിച്ച. അപ്പോൾ 299.30 വരെ പോയിട്ടുള്ളൂ. ചെറിയ ഒരു ബഫർ സോൺ പോലെയൊക്കെ അവിടെ നിൽക്കുകയാണ്. 300 ബ്രേക്ക് ചെയ്താൽ പിന്നെ 315 പോകേണ്ടി വരും. അപ്പോൾ 300 270 നമ്മൾ എൻട്രി എടുത്താലും 30 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. 250 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. 55 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 45 പോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ സിയിലേക്ക് നോക്കിയതേ ഇല്ല. പിയുടെ മൂവ്മെൻ്റ് ആണ് നമ്മൾ മാക്സിമം നോക്കിയത്. സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും 209 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ സി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിയിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തു, എൻട്രി എടുത്തു. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്.
കാരണം താഴത്തുനിന്ന് 200 നിന്ന് അല്ലെങ്കിൽ 210 നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 188 288 100 പോയിൻ്റാണ്. അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും താഴത്തുനിന്ന് എൻട്രി എടുത്ത് 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 300 ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ 90 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഡിഫറൻസ് ഓരോ ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, മാർക്കറ്റ് 300 ടച്ച് ചെയ്തിട്ടുണ്ട്, 301 വരെ പോയിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി 50 മിനിറ്റ്സിൽ നമ്മൾ ആക്കിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. 300 313 എന്നുള്ള ഒരു ലെവൽ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ 210 310 ആകുമ്പോൾ 100 പോയിൻ്റാണ്. ഒരു ടെൻഷനും ഇല്ലാതെ ഒരു സംശയവും ഇല്ലാതെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തെടുത്ത പോയിൻ്റാണിത്, 100 പോയിൻ്റ്. ഓക്കെ, ഇനി നമുക്ക് സിയിലൊരു സ്പേസ് ഉള്ളത് എവിടെയാ? നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് സിയിൽ ഡെൽറ്റ വാല്യൂ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മാറാം കേട്ടോ. 70 106 23 സി 23 സി നമുക്കിനി കോൺസെൻട്രേഷൻ ചെയ്യാം. മാർക്കറ്റ് ഒരു സ്പേസ് ഉള്ളത് 125 മുതൽ 150 വരെ ഒരു സ്പേസ് സിയിലുണ്ട്. RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി കറക്റ്റായിട്ട് 307 വരെ പോയിട്ടുണ്ട്. നമ്മൾ 300 വരെ പറഞ്ഞിട്ടുള്ളൂ, ഒരു സ്പേസ് ഉണ്ടായിരുന്നു. 307 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇനി 307 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 347 വരെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി സിയുടെ മൂവ്മെൻറ്റ് ഒരു 125 ബ്രേക്ക് ചെയ്താൽ ഒരു 147ലേക്ക് 125ൻ്റെ മേളിൽ ക്യാൻഡിൽ ക്ലോസും ചെയ്യണം. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 146ലേക്കോ 175 210 ഗ്യാപ്പ് ഫില്ലിങ് SMA ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അപ്പം എൻ്റെ എക്സ്പയറി ഡേ ഓൾറെഡി ഡണ്ണാണ്. നമ്മൾ 300 വരെയൊക്കെ ഒരു വിധത്തിലൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ധൈര്യത്തോടു കൂടി. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ആ ലോസ് ഹോൾഡ് ചെയ്യുന്ന അതേ മെൻറ്റാലിറ്റി കാണിച്ചു കഴിഞ്ഞാലും നമുക്ക് സിയിൽ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. ആ ചിന്താഗതി മാറ്റിയെടുക്കണം. ചിന്താഗതി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം വേണം. അത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം. അതിനേക്കാളുപരി അത് കോൺസെൻട്രേഷൻ ചെയ്യിപ്പിക്കാനുള്ള സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനലൈസിങ് വലിയ പാടാണ്. നേരെ മറിച്ച് ഒരു അനലൈസർക്ക് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കാണാത്ത മറ്റേ പല വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. ഒരു അനലൈസർ സഞ്ചരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മണിച്ചിത്രത്താഴിൽ പറയണ പോലെ എന്താ പറയണ്ടേ, ഏത് വഴികളിലൂടെയും മറ്റേ ആർക്ക് വേണ്ടിയിട്ടാണ്, സണ്ണിക്ക് വേണ്ടിയോ പറയില്ലേ മോഹൻലാൽ പറയണ പോലെ. അപ്പോൾ അതാണ് അനലൈസിങ്ങും ട്രേഡിങ്ങും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ലോട്ടൊക്കെ എടുത്തിട്ടിട്ട് അങ്ങ് ഹോൾഡ് ചെയ്യാനുള്ള, 2 ലോട്ടൊക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഒരു മെൻറ്ററുടെ അല്ലെങ്കിൽ ഒരു അനലൈസറുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു ട്രേഡറുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രേഡ് എടുക്കുന്നു, ഞാൻ എന്നെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രേഡർ ഏതൊരു തുടക്കക്കാരനാണെങ്കിലും ലോസ് വന്നിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിലും ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും പല പ്രധാനപ്പെട്ട പോയിന്റുകളും കാണാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും. അതുകൊണ്ടാണ് അവർ ലോസ് ആവുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി നിങ്ങളുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ ട്രേഡ് എടുക്കുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള ഫണ്ടേ നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ എടുക്കാനും വിൽക്കാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒരു കാലത്തും ട്രേഡർ ആവത്തില്ല. വെറുതെ കിട്ടുന്ന പൈസ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. അതാദ്യം എല്ലാ ട്രേഡേഴ്സും ഓർത്താൽ നന്ന്. ഈസി മണി മേക്കിങ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല കോള് തരുന്ന ഒരാളുടെ അടുത്ത് ഈ ജനത കംപ്ലീറ്റ് അവർക്കങ്ങ് എടുത്തിട്ട് കാശുണ്ടാക്കിയാൽ പോരെ. പ്രകൃതിക്ക് ഒരു സന്തുലിതാവസ്ഥയും ഒരു സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബയോളജി ഉണ്ട് പ്രകൃതിക്ക്. അതെന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ എന്ന് ശ്രമിക്കുന്നോ അന്ന് നമ്മൾ ഡെവലപ്പായി പോകും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 25,000 രൂപയോ 1,00,000 രൂപയോ ഒരു ദിവസം കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2,500-3,000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. 315ലേക്ക് മാർക്കറ്റ് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 307 പ്രീവിയസ് ആയിട്ട് ക്ലോസ് ചെയ്ത ഒരു 293-95 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 315ലേക്കുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ പിയിൽ മിച്ചു വിട്ടിട്ടുണ്ട്.
15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആയിട്ടില്ല. 5 മിനിറ്റിൻ്റെ സിയുടെ RSI റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ 15 മിനിറ്റ്സിൽ പിയുടെ ക്രോസ് ഓവറും സിയിലെ RSI റെഡിലേക്കും കൂടെ കയറി കഴിയുമ്പോഴാണ് നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു റിജക്ഷനാണ് നിൽക്കുന്നത്. അത് ചെറിയൊരു റീടെസ്റ്റിന് വേണ്ടി പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. കൺഫേം ആയിട്ടൊന്നുമില്ല. 125 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ആകെ ഒരു സ്പേസ് ഉള്ളത് 144 വരെ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് സിയിൽ താഴേന്ന് സി എടുത്തിരുന്നെങ്കിൽ ഇപ്പം സ്റ്റോപ്പ് ലോസ് അടിച്ചേനെ. നമ്മൾ എന്തുകൊണ്ടാണ് 125 എന്നുള്ള സ്പേസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ് കണ്ടുപിടിക്കണ്ടേ. കാരണം RSI ഇപ്പോഴും 5 മിനിറ്റിൻ്റെത് റെഡിലേക്ക് കയറിയിട്ടില്ല. അതിനിടക്ക് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ വരും എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന കേസാണ്. അപ്പോൾ അവിടെ 290 ബ്രേക്ക് ചെയ്തിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് വന്ന് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 2 പോയിൻ്റാണ് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഒരു 10 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ 2 പോയിൻ്റാണ് പറഞ്ഞത്, പക്ഷേ ഒരു 8 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ടുള്ളൂ. കാരണം നിലവിലുള്ള റെഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 120 കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളില്ലാതെ എടുക്കാൻ പറ്റുന്നൊരു ലെവലിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് വന്നു കഴിഞ്ഞാൽ RSI റെഡിലേക്ക് കഴിഞ്ഞ 4 വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് 4 അല്ല കഴിഞ്ഞൊരു 10 വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു കാര്യമാണ് ഈ RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ ഞാൻ റെഡ് ഇട്ട് വെച്ചേക്കണത് എന്താണെന്ന് വെച്ചാൽ അവിടെ മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും വരും. അപ്പോൾ ഞാൻ ഓൾറെഡി 290 മുതൽ 92, 3 വരെയുള്ളൊരു 3 പോയിൻ്റ് ഓൾറെഡി ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഇവിടെ നടന്നത്. ഇനി മൂവ്മെൻറ്റ് ഇത്തിരി സ്മൂത്തായിട്ട് സിയിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ആദ്യത്തെ റിജക്ഷൻ 135 135 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 180 240 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴാണ് മാർക്കറ്റ് റെഡിലേക്ക് കയറിയത്. അതിനിടക്കുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് അവിടെ നടന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു സ്ട്രഗിൾ വരുന്നത്, പിന്നെ നമ്മൾ സേഫായിട്ട് എന്തുകൊണ്ടാണ് 125 കൂടെ പറഞ്ഞതിൻ്റെ റീസൺ ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിലെ ആദ്യത്തെ റെസ്പെക്റ്റാണ് ഈ കണ്ടിരിക്കണേ. ആ റെസ്പെക്റ്റ് അടുത്ത റെസ്പെക്റ്റ് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 240 193 197 എന്നുള്ള ലെവലിലേക്കോ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും പിയിലേക്ക് നോക്കുന്നില്ല. ഇനി പിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഗെയിൻ 290 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 290 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു സേഫ് നമുക്ക് ഇനിയുള്ള സേഫ് കളികൾ മാത്രം മതി. അല്ലാതെ നമുക്ക് വേറെ കളികളൊന്നും ഇനി നമ്മൾ പ്രോഫിറ്റബിൾ ആയ സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്നില്ല. 307 മുതൽ 316 വരെയാണ് ഒരു സേഫ് സോൺ ഉള്ളത്. പിന്നെ 290 മേലെ പോയാൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അത്ര വലിയ ഉറപ്പുള്ള മൂവ്മെൻ്റ് ഒന്നുമല്ല. കാരണം RSI 5 മിനിറ്റിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിയുടെ പുറകെ ഉടനെ പോയി നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം സിയുടെ പുറകെ പോകാം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പിയിൽ നോക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 316 മിച്ചം ഇട്ടിട്ടുണ്ട്, ഒരു സ്പേസ് മാർക്കറ്റിൽ മിച്ചം ഇട്ടിട്ടുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് 135 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പോയിൻ്റ് നമ്മൾ ആദ്യത്തെ ടാർഗറ്റാണ് 135 പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റാണ് ഇവിടെ. അവിടെ വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അത് നേരെ വരികയാണെങ്കിൽ 220 198 203 ഭാഗത്തേക്കൊക്കെ വരണം. അപ്പോൾ മാർക്കറ്റ് സിയിൽ 144 മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും എന്തായി, നമ്മൾ കയറേണ്ട സ്ഥലത്ത് കയറി ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുക. ഒരു സ്റ്റോപ്പ് ലോസ് വന്നെന്ന് പറഞ്ഞ് അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സേഫ് സോണാണ് ഇന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 125 35 144 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 15 പോയിൻ്റാണ് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് സേഫ് പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ നമുക്ക്
120 നിന്ന് വേണമെങ്കിൽ നോക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കഴിഞ്ഞു റെഡിലേക്ക് കയറുകയും ചെയ്തപ്പോൾ നമ്മൾ വേണമെങ്കിൽ നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നോക്കിയാലും 10-20 പോയിന്റ് ഓൾറെഡി കിട്ടി കാണണം മേ ബി. ഇപ്പം എന്തായാലും നമ്മളുടെ ആദ്യത്തെ ഒരു 125 തൊട്ട് 140 വരെയുള്ള 15 പോയിന്റ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് അനദർ ഒരു മൂവ്മെൻറ്റ് പിയിലേക്ക് എക്സ്ട്രാ വരാനുണ്ട്. കാരണം 316 എന്നുള്ളൊരു ലെവലിൽ മാർക്കറ്റ് മിച്ചു വിട്ട് വെച്ചിട്ടുണ്ട്. 316 307 എന്നുള്ളൊരു സ്പേസ് മാർക്കറ്റ് ഓൾറെഡി മിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലം സ്റ്റേബിളായിട്ട് പോയപ്പോൾ RSI മേളിൽ പോയിട്ട് തിരിയുന്നത് വരെ മാർക്കറ്റ് ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. ഈ RSI മേളിലോട്ട് പോയി. അപ്പോൾ ക്യാൻഡിൽ പറയാണ്, സിയുടെ ക്യാൻഡിൽ പറയാണ് എനിക്ക് താഴത്തോട്ട് പോകാനാണ് ഇഷ്ടം. അപ്പോൾ ആ പുള്ളിയുടെ ചേട്ടൻ RSI പറയാണ് ഞാൻ മേളിട്ടാണ് പോണത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ മേളിൽ പോയിട്ട് തിരിച്ചു വരാം, അതുവരെ നീ ഇവിടെ തന്നെ നിന്നോ, ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതെന്നാണ് ഇവർ തമ്മിൽ സംസാരിച്ചതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പാടില്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ ചിന്തിച്ച് നോക്കിയേ. പിയിൽ പറയാണ് എടാ എനിക്ക് 316 സ്ഥലം വരെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് പറയാണ് ചേട്ടൻ പോയി കറങ്ങി തിരിഞ്ഞു വാ, അപ്പോൾ ഞാൻ 316 പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. അപ്പോൾ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് തീരുമാനിക്കില്ല എന്ന് തന്നെ ഉറപ്പ്. കാരണം ഇൻഡെക്സിൽ 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആയിട്ടില്ല, അത് റെഡിലേക്ക് കർവ് ചെയ്ത് വന്നിട്ടുമില്ല 15 മിനിറ്റ്സിൽ. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോഴും പി സൈഡ് തന്നെയാണ് സ്റ്റിൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്പേസ് മാത്രം നോക്കിയെടുത്താൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഒരു കാര്യം പറയാനുള്ളത്, സിയുടെ ക്യാൻഡിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് സി. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെജോറിറ്റി ഇങ്ങനെ ഒരു ത്രികോണം പോലെ വന്നു കഴിയുമ്പോൾ ഈ SMA യാത്ര പറഞ്ഞിട്ടേ ഒരു അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ RSI സിയുടേത് ക്രോസ് ഓവർ ആവണം എങ്കിൽ മാത്രമാണ്, അതേപോലെ പിയിൽ ക്രോസ് ഓവർ ആയാൽ മാത്രമേ നമുക്ക് പി മൂവ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ക്രോസ് ഓവറായി റെഡിലേക്ക് കയറുകയും വേണം, 290 ബ്രേക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ SMA മുട്ടാൻ സിയിൽ നിൽപ്പുണ്ട്, താനും പിയിലും SMA മുട്ടാൻ നിൽപ്പുണ്ട്. അപ്പോൾ 316 ചാൻസും ഉണ്ട്. മാർക്കറ്റ് 222 അല്ലെങ്കിൽ 201 ഫാളാവാനുള്ള ചാൻസും നിലവിലുണ്ട്. കാരണം ഇത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതിൽ നമുക്ക് ചാൻസസ് കാണിച്ചു തരുന്നതിനാണ് നമ്മൾ RSI യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കൺഫർമേഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ RSIയുടെ ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനും പറ്റില്ല. അത് 290 അപ്രോക്സിമേറ്റ് ബ്രേക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ചില സമയത്ത് സി ഹൈവേ സൈഡിലേക്ക് കയറും. ഹൈവേ സൈഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ആയിരിക്കണം. ഒരു ഹൈവേ സൈഡിലേക്ക് കയറുക എന്ന് പറയുന്നത് പക്ക കൺസോൾട്ടേഷൻ വന്നു, RSI ഹൈവേയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു ഫ്രീ സ്പേസാണ്. ഈ ബോർഡറിനകത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീ സ്പേസിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതൊരു കൺസോൾട്ടേഷനും കൂടെ ആണെങ്കിൽ ചിലപ്പോൾ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അത് ഒരു 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 152 മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. നമുക്കവിടെ ഒരു ലൈൻ വരച്ചിടാം. അതായത് 134 ബ്രേക്ക് ചെയ്താൽ 155 അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് 170 187 ഉള്ളൊരു മൂവ്മെൻറ്റ്. നേരെ മറിച്ച് ഇവിടെ RSI തിരിച്ചൊരു ക്രോസ് ഓവർ വരികയാണെങ്കിൽ അത് 277 290 ബ്രേക്ക് ചെയ്താൽ 316. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവിടെ കൺസോൾട്ടേഷൻ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് നമ്മൾ വെറുതെ ഈ SMA ഓൾറെഡി പിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ സിയിൽ SMA ടച്ച് ചെയ്തിട്ടില്ല. അതും കൂടെ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ടുള്ളത്,
നമ്മൾ 1 മണിക്കൂറിൻ്റെ ഇൻഡെക്സിൻ്റെ ചാർട്ടൊന്ന് എടുത്തു. അവിടെ ഈ ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് ലൈൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഏകദേശമുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിലാണ്. അതായത് ട്യൂസ്ഡേ എന്നത്തെയാണ്, ജൂൺ മാസത്തിലൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടെ അവിടെ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൺസോൾട്ടേഷൻ. എന്തായാലും ഈ SMA കൂടെ മുട്ടിയതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അതുവരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കും. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പക്ക കൺസോൾട്ടേഷനാണ്. അപ്പോൾ നമ്മളിനി ഒരുപാട് നേരം ഇരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് നേരം ഇരുന്നു കേട്ടോ. നമ്മൾ 11:45 വരെയൊക്കെ ഇരുന്നിട്ടും ബ്രേക്ക് ഔട്ടൊന്നും ആയിട്ടില്ല. നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ്, പക്ക കൺസോൾട്ടേഷനാണ്. അവിടുത്തെ ഒരു സോൺ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് നമ്മൾ നോക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് 2:30ക്കുള്ള മൂവ്മെൻറ്റ് നോക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഒരാളോട് ഞാൻ എടുക്കാനും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരാളോട് വിൽക്കാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് കൂടെ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു നോളജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. രാവിലത്തെ ട്രേഡിൻ്റെ ആണ്. 1095 ഒരു PNL ഉണ്ട്, 1072 ഉണ്ട്, 975 ഉണ്ട്, 1269 ഉണ്ട്, പിന്നെ ഒരു 5ഉം 1 6 4 10 സിയിലും പിയിലും കൂടെ 10,000 എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 1578, പിന്നെ ഒരു 170. നമ്മളതും പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ 170 എന്ന് പറഞ്ഞാൽ ഒരു നല്ല റേറ്റ് തന്നെയാണ്. പഠിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഗ്രീൻ അല്ലേ, 2460, 10,860, 1460 ആ ലെവലിലേക്കൊക്കെയാണ് പ്രോഫിറ്റുകൾ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്ക് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. എളുപ്പമാർഗ്ഗം ഒന്നുമില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ട്രേഡിങ് പഠിക്കാനായിട്ട് കുറുക്ക് വഴികളൊന്നും എന്തായാലും ഇല്ല. കഷ്ടപ്പെട്ട് മനസ്സിലാക്കി ചാർട്ട് റീഡ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതവും പ്രോഫിറ്റ് കിട്ടിയ എല്ലാവർക്കും ആശംസകളും നേർന്നുകൊണ്ട് രാവിലത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.